നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ഭാഗം പറഞ്ഞു നിർത്തിയത് ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കില്ല എന്നും എന്തെങ്കിലും ചെയ്താൽ തന്നെ ഠാക്കൂർ കയ്യും കാലും തല്ലിയൊടിക്കും എന്നൊക്കെ ജോക്കുവിൻ്റെ വിഷമങ്ങൾ, ചീത്ത വെള്ളം കുടിക്കാൻ സാധിക്കില്ല എന്നുള്ള വിഷമങ്ങളുമൊക്കെ ഗംഗയോട് പറയുന്ന ഭാഗത്താണ് നമ്മൾ അവസാനിച്ചത്. ഇനി അടുത്ത ഭാഗം, ഇൻ ശബ്ദമേ കഡ്വാ സത്യഥ ഗംഗി ക്യാ ജവാബ് ദത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബുദാർ പാനി പീനെ കോ ന ദിയ. ആ പറയുന്നതിൽ ഒരു സത്യമുണ്ട്, പക്ഷെ അത് എങ്ങനത്തെ സത്യം? കയപ്പേറിയത്. കടുവ മീൻസ് കയപ്പ്. കയപ്പേറിയ ഒരു സത്യമാണ് ആ പറഞ്ഞതില്. ഗംഗി ക്യാ ജവാബ് ദത്തി, ഗംഗി എന്ത് മറുപടിയാണ് കൊടുക്കുക? കിന്തു ഉസ്നെ വഹ് ബദ്ബുദാർ പാനി പീനെ കോ ന ദിയ. പക്ഷെ എങ്കിലും ബദ്ബുദാർ ചീത്ത മണമുള്ള ആ വെള്ളം ഗംഗി കുടിക്കാനായിട്ട് കൊടുത്തില്ല. രാത് കെ 9 ബജെ തെ, രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ടാവും. ധക്കേ മാന്തേ മസ്ദൂർ തോ സോ ചുക്കേ തെ, ക്ഷീണിച്ച് ധക്കേ മാന്തേ ക്ഷീണിതരായിട്ട് മസ്ദൂർ തൊഴിലാളികള് സോ ചുക്കേ തെ, ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഠാക്കൂർ കെ ദർവാസെ പർ 10-5 ബേഫിക്രെ ജമാ തെ, ഠാക്കൂറിന്റെ വാതിൽക്കൽ, ദർവാസ വാതിലിലെ 10-5 ബേഫിക്രെ, ബേഫിക്രെ എന്ന് കഴിഞ്ഞാൽ യാതൊരു ചിന്തയും ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ പറയും. അവിടെ ഠാക്കൂറുമായി സഹായിക്കുന്ന അല്ലെങ്കിൽ ഠാക്കൂറുടേതായ ആൾക്കാരെ, സേവകന്മാരായിട്ടുള്ള ആൾക്കാരെ അവിടെ കുറച്ച് പേരാണ് വെറുതെ നിൽപ്പുണ്ട്. ജമാഅത്തെ അവന് കൂടി നിൽക്കുന്നുണ്ട്. മൈതാനി ബഹാദുരി കാ തോ അബ്ന ജമാന രഹാ ന മൗക. മൈതാനി ബഹാദുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈതാനത്ത് നടക്കുന്ന ശക്തി, കയ്യൂക്ക് കാണിക്കാനുള്ള അവസരം, അതിന്റെ ജമാന നരഹ, കാലഘട്ടവുമല്ല, ന മൗക, അവസരവുമല്ല. കാനൂനി ബഹാദുരി കി ബാത്തേ ഹോ രഹി ഥി, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പണ്ട് ഠാക്കൂറിന് നല്ല കഴിവും കാര്യങ്ങൾ, തൻ്റെ കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ അതിന്റെ അവസരമില്ല എന്ന് പറയാം. ആ സമയമൊക്കെ മാറി. ഇപ്പോൾ കാനൂനി ബഹാദുരിക്ക്, കാനൂനി നിയമം, നിയമത്തിനാണ് ഇപ്പോ പ്രാധാന്യം. കിതനി ഹോഷിയാരി സേ, ഹോഷിയാരി ബുദ്ധി സാമർത്ഥ്യത്താൽ ഠാക്കൂർ ने थानेदार को एक घास मुकदमे की रिश्वत दी और साफ निकल गए. കിതനി ഹോഷിയാരി സേ, വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഠാക്കൂർ ഥാനേദാർക്കോ, ഥാനേദാർ എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ, ഇങ്ങനെ ഇൻസ്പെക്ടറോ ആരോ ആവട്ടെ, പോലീസുകാരനെ ഖാസ് മുക്കദ്മ, മുക്കദ്മ എന്ന് പറഞ്ഞാൽ കേസ്, ഒരു ഏതോ പ്രത്യേകത്തിലുള്ള ഒരു കേസ്. അപ്പോൾ ഇദ്ദേഹം പ്രതിയായിട്ടുള്ളതോ ഇദ്ദേഹത്തിന് മോശമാവുന്ന രീതിയിലൊരു കേസ് ഉണ്ടായിരുന്നു. അതിനെ റിശ്വതി, ഈ ഇൻസ്പെക്ടർക്ക് കൈക്കൂലി കൊടുത്ത് സാഫ് നിക്കൽ ഗൈ, അതിൽ നിന്നും സുന്ദരമായി രക്ഷപ്പെട്ടു. അപ്പോൾ പൈസ കൊടുത്ത് രക്ഷപ്പെട്ടു എന്നർത്ഥം. കിതനി അക്കൽമന്ദി സെ ഏക് മാർ കെ മുക്കദ്മെ കി നക്കൽ ലേ ആയി. അതുപോലെ തന്നെ ഏക് മാർ കെ മുക്കദ്മ, ഭൂമി സംബന്ധമായ എന്തോ കേസ് ഉണ്ടായിരുന്നു. ആ കേസിലും അക്കൽമന്ദി സെ, വളരെ ബുദ്ധി സാമർത്ഥ്യത്തോടു കൂടി നക്കൽ ലേ ആയി. നക്കൽ എന്ന കോപ്പി എടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നാസിർ ഓർ മുഹത്മീം, നാസിർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ എന്നൊക്കെ പറയും, മേൽനോട്ടം വഹിക്കുന്ന കാര്യസ്ഥൻ എന്നൊക്കെ പറയും അദ്ദേഹവും. മുഹത്മീം എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ എന്ന് പറയും. ഇതിൻ്റെതായ അഡ്മിനിസ്ട്രേറ്റർ, നടത്തിപ്പുകാരൻ, മേൽനോട്ടക്കാരും നടത്തിപ്പുകാരനുമായിട്ടുള്ള കേസ് നടത്തിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരെ സബി കഹത്തെ ഥേ നക്കൽ നഹി മിൽ സക്തി, ആ കേസിൻ്റെതായ കോപ്പികൾ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഇനി അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിലോ കൊയ് 50 മാങ്താ കൊയ് 100, ആരെങ്കിലും ചിലവർ 50 രൂപ, ചിലര് 100 രൂപ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കോപ്പി തരാൻ ഇത്രയും ആവശ്യപ്പെട്ടിരുന്നു. യഹാം ബേ പേസെ കൗഡി നക്കൽ ഉടാതി. എന്നാൽ ഠാക്കൂർ എന്താ ചെയ്തേ? ബേ പേസെ കൗഡി, യാതൊരു ചെലവുമില്ലാതെ, പൈസ ചെലവഴിക്കാതെ നക്കൽ ഉടാതി, കോപ്പി എടുത്തു എന്ന് പറയാണ്. കാം കർണേക്കാ ഢങ്ക് ചാഹിയേ, ജോലി ചെയ്യാനുള്ള രീതി, ഢങ്ക് രീതിയാണ് അവിടെ ആവശ്യം എന്ന് പറയാണ്. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും, ഏത് രീതി സ്വീകരിച്ചിട്ടാണെങ്കിലും ഠാക്കൂർ തൻ്റെ കാര്യം നടത്തും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇസേ സമയ ഗംഗി കുവേസെ പാനി ലേനെ പഹുഞ്ചി, ആ സമയത്താണ് ഗംഗി തൻ്റെ കുടവും എടുത്തുകൊണ്ട് ആ കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം എടുക്കാനായിട്ട് വന്നത്. രാത്രി നേരാണ്. കുപ്പിക്ക് ധുന്ദലി രോഷ്നി കുവേ പർ ആ രഹി ഥി. അപ്പൊ പറയാണ് കിണറിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുപ്പിക്ക് ധുന്ദലി രോഷ്നി കുവേ പർ ആ രഹി ഥി. കുപ്പിക്ക് ധുന്ദലി, കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക്, ചിമ്മിനി വിളക്ക് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള വിളക്കിൽ നിന്നും
ധുന്ദിലി രോഷ്നി, നേരിയ രോഷ്നി പ്രകാശം, ധുന്ദിലി നേരിയ, കനം കുറഞ്ഞ പ്രകാശം കുവേപ്പറാരഹീതി, പകലെ വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്ന്, ചിമ്മിനി വിളക്കിൽ നിന്നും മണ്ണെണ്ണ വിളക്കിൽ നിന്നും ചെറിയ ഒരു പ്രകാശം ഈ കിണറിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഗംഗി ജഗത് കെ ആടുമേം ബൈഠി മൗക്കെ കാ ഇന്തസാർ കർനെ ലഗി. ജഗത് എന്ന് പറഞ്ഞാൽ കിണറിന്റെ വക്ക്, തിണ്ട് എന്നൊക്കെ പറയും. ആ കിണറിന്റെ വക്കിന്റെ അരികത്ത് ആടുമേം നിഴലിൽ, മറ എന്നൊക്കെ പറയും, അതിന്റെ പിറകിലായിട്ട് കിണറിന്റെ മതിലിന്റെ പിന്നിലായിട്ട് ബൈഠി മൗക്കെ കാ ഇന്തസാർ കർനെ ലഗി, അവസരത്തിന് വേണ്ടി ഇന്തസാർ, കാത്തിരിപ്പ് തുടങ്ങി. അതായത് ആരെല്ലാവരും പോയി നിശബ്ദമായിട്ട് വെള്ളമെടുക്കാൻ വേണ്ടി ആ കിണറിന്റെ വക്കിന്റെ പിന്നിലായിട്ട് ഒളിച്ചിരുന്നു. ഈ കുവേക്ക പാനി സാരാ ഗാവ് പിതാഹെ, ഈ കിണറ്റിൽ നിന്നും എല്ലാവരും, ഗ്രാമത്തിലെ എല്ലാവരും വെള്ളമെടുക്കുന്നുണ്ട്. കിസി കെ ലിയെ രോഗരഹിം, ആർക്കും യാതൊരു തടസ്സവുമില്ലാതെ സുലഭമായിട്ട് വെള്ളം ലഭിക്കും. സിർഫ് യേ ബദ്നസീബ് നഹിം ബർ സക്തേ, പക്ഷേ ബദ്നസീബ് ഭാഗ്യമില്ലാത്തവർ, നിർഭാഗ്യവാന്മാർ. അപ്പൊ ഗംഗയെ പോലെയുള്ള നിർഭാഗ്യവാന്മാർക്ക് ഒരിക്കലും അത് നിറച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ബർണാമണം നിറയ്ക്കുക. गंगे का विद्रोही दिल रिवासी पाबंदियों और मजबूरियों पर चोटें करने लगा. हम क्यों नीच है और ये लोग क्यों ऊंच है? इसलिए कि ये लोग गले में दाग डाल लेते हैं. यहाँ तो जितने हैं एक से एक चढ़े हैं. चोरी ये करे, जाल फरेब करे, झूठे मुकदमे करे. अभी इस ठाकुर ने तो 10 बेचारे उन दिन बेचारे गडरिये की भेंट चुरा ली थी और बाद में मारकर खा गया. गंगे का विद्रोही दिल, വിദ്രോഹി മന എതിർക്കുന്ന, ആ എല്ലാ ഇങ്ങനത്തെ മോശമായ കാര്യങ്ങളെ എതിർക്കുന്ന ദിൽ, മനസ്സ്, റിവാസി പാബന്ദിയോം പർ, അപ്പോൾ എതിർക്കുന്ന മനസ്സ്, റിവാസി പാബന്ദിയോം പർ, ആ സംഘർഷഭരിതമായ മനസ്സെന്നൊക്കെ പറയില്ലേ, അത് ഈ സമ്പ്രദായത്തെ, പാബന്ദിയും ഓർ മജ്ബൂരിയും, നിർബന്ധങ്ങളെയും ആ സമ്പ്രദായങ്ങളെയും അടിച്ചേൽപ്പിക്കുന്ന ആ സമ്പ്രദായങ്ങളോടും ചോട്ടേം കർണയിലേക്ക്, മുറിവേൽക്കാൻ തുടങ്ങി. ആലോചിച്ചിട്ട് ഇങ്ങനെ എതിർക്കാൻ, മനസ്സിന് ഭയങ്കര സംഘർഷഭരിതമാണ്. അപ്പോൾ ആ രീതികളെ, സമ്പ്രദായങ്ങളെയൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഹം ക്യൂ നീച്ച് ഹേ, ഞങ്ങൾ എന്തുകൊണ്ട് താഴ്ന്നവരായി, ഔർ യേ ലോഗ് ക്യൂ ഊഞ്ച് ഹേ, ഇവരെന്തുകൊണ്ട് ഉയർന്നവരായി. അപ്പൊ താഴ്ന്ന ജാതി ഉയർന്നവരാവാൻ, ഉയർന്ന ജാതി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലിയേക്ക് യേ ലോഗ് ഗലേമേ താഗ് ഡാൽ ലേത്തെ ഹേ, എന്തുകൊണ്ടാണ് ഇവരുടെ, ഒരു പക്ഷെ ഇവരുടെ കഴുത്തിലെ ചരട് കെട്ടുന്നത് കൊണ്ടാണോ തോന്നി. അപ്പൊ ചിലർക്ക് ഈ ജാതിയെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളം ഉണ്ടായിരിക്കാം, ബ്രാഹ്മണരുടെ പൂണൂല്, അപ്പൊ ഇതൊക്കെ ചരടിൽ ഉൾപ്പെടും. അങ്ങനെ ഇവരിലെ പൂണൂല് അല്ലെങ്കിൽ ചരടുകൾ ധരിക്കുന്നത് കൊണ്ടാണോ ഇവർ ഉയർന്നതായത്? യഹാ തോ ജിതനെ ഹേ ഏക് സേ ഏക് ചടേ ഹേ. എന്നാൽ ഇതിലോ ഇവരെന്താ ചെയ്യണേ? ഒന്നിനൊന്നും മെച്ചമാണെന്ന് പറയും. എല്ലാവരും, അതായത് ഇങ്ങനെയൊക്കെയാണ് ജാതി സമ്പ്രദായം കൊണ്ട് ഇവർ ഉയർന്നാണ് എങ്കിലും പെരുമാറ്റം ചടേഹെ, വളരെ മോശമാണെന്ന് പറയണം. ചോരി ഏ കരെ, കളവ് ഇവർ ചെയ്യുക. ജാൽ ഫരേബ് ഏ കരെ, ജാൽ ഫരേബ് പറ്റിക്കുക, ചതിക്കുക എന്നൊക്കെ പറയും. അപ്പൊ കളവ്, വഞ്ചന, ചതി ഒക്കെ ഇവർ ചെയ്യുക. ജൂട്ടേ മുഖദ്മേ ഏ കരെ, കള്ളക്കേസ് ഉണ്ടാക്കുക, എല്ലാം ഇവർ ചെയ്യും. തെറ്റുകളും ഇവർ ചെയ്യും, കേസുകളും കള്ളക്കേസുകൾ ഉണ്ടാക്കലും ഒക്കെ ഇവർ തന്നെ. അഭി ഇസ് ഠാക്കുറിനെ തോ ഉസ് ദിൻ ബേച്ചാരെ ഗഡരിയേക്ക്, ഗഡരിയ പറഞ്ഞാൽ ആട്ടിട എന്നർത്ഥം, ആടുകളെ മേയ്ക്കുന്ന ആള്. ബേഡ് ചുരാലിതി, ബേഡ് പറഞ്ഞാൽ ചെമ്മരിയാട്. അപ്പോൾ ഒരിക്കൽ ഈ ഠാക്കുറ് പാവപ്പെട്ട ഒരു ആട്ടിടയന്റെ ഒരു ആടിനെ, ഒരു ചെമ്മരിയാടിനെ ചുരാലിതി, മോഷ്ടിച്ചു. ബാദ്മേ മാർക്കർ ഖഗയ, മോഷ്ടിക്കുക മാത്രമല്ല അതിനെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ഇനിയും പണ്ഡിത് കെ ഘർ തോ 12 മാസ് ജുവാ ഹോത്താ ഹേ, പണ്ഡിതനാണ്, അറിവുള്ള ആളാണ്, അങ്ങനെ വീടുകളിൽ ചൂത് കളിക്കാൻ, ജുവാമന ചൂത് കളിക്കാൻ പാടില്ല എന്നറിഞ്ഞാലും 12 മാസ് ഹോത്താ ഹേ, 12 മാസം, മാസം ഒരു ദിവസം, എല്ലാ മാസവും ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ കളികൾ നടക്കുന്നുണ്ട്. പാടില്ല എന്ന് പറഞ്ഞിട്ടും പണ്ഡിതന്റെ വീട്ടിൽ തെറ്റുകൾ നടക്കുന്നുണ്ട്. യഹി സാഹുജി തോ ഘർ ഘർ ഘീ മേ തേൽ മിലാക്കർ ബേച്ച്തേ ഹേ. എന്നാൽ സാഹു ആണെങ്കിൽ എന്താ ചെയ്യണത്? സാഹു പറഞ്ഞ വ്യാപാരി എന്നർത്ഥം, കച്ചവടക്കാരൻ എന്നർത്ഥം. ആ കച്ചവടക്കാരൻ, ഇപ്പൊ കച്ചവടമൊക്കെ സത്യമുള്ളതാണ്, അങ്ങനെ ചതിക്കലും പറ്റിക്കലൊന്നുമില്ല. പക്ഷേ സാഹു എന്താ ചെയ്യണത്? ഘീമേ തേൽ മിലാക്കർ ബേച്ച്, ഘീവന നെയ്യ്, നെയ്യ് നല്ല വിലയാണ്,
അതിൽ എണ്ണ ചേർത്ത് വിൽക്കുന്നു. അപ്പോൾ ഉരുകിയിരിക്കുന്ന സമയത്ത് എണ്ണയും നെയ്യും ഒന്നും തിരിച്ചറിയില്ല പെട്ടെന്ന്. അങ്ങനെ അതിൽ മായം ചേർക്കാന്നൊക്കെ പറയും. അങ്ങനെ മായം ചേർത്ത് അത് വിൽക്കുന്നുണ്ട്. കാം കരാലേത്തെ ഹേ മജൂരി ദേത്തെ നാനി മർത്തി ഹേ. തൊഴിൽ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്കും. മജൂരി കൂലി ചോദിച്ചു കഴിഞ്ഞാൽ നാനി മർത്തി കൂലി ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്രവമാണെന്ന് അർത്ഥം. അത് കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല, അവർ കൊടുക്കില്ല. അപ്പൊ പണിയെടുപ്പിക്കും, കൂലി കൊടുക്കില്ല. കിസ് കിസ് ബാത്മേം ഹംസേ ഊഞ്ചഹേ ഊഞ്ചഹേ, ഞങ്ങളെക്കാളും ഏതൊക്കെ കാര്യങ്ങളിലാണ് ഊഞ്ചഹേ അവർ ഉയർന്നിരിക്കുന്നത്. ഹം ഗലി ഗലി നെഹിം ചില്ലാത്തേക്ക് ഹം ഊഞ്ചേ ഹേ ഹം ഊഞ്ചേ. ഞങ്ങൾ ഗലിമന തെരുവുകൾ തോറും നടന്ന് ഒരിക്കലും ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഉയർന്നതാണ് എന്ന്. കഭി ഗാവ് മേ ആ ജാത്തി ഹൂം തോ രസ്ബരി ആങ്കോ സേ ദേഖ്നെ ലഗ്തേ ഹേ. രസ്ബരി ആങ്ക് മോശമായ നോട്ടം എന്നർത്ഥം, വികാരഭരിതമായ നോക്കാന്നൊക്കെ പറയും. എങ്ങാനും ഈ പറഞ്ഞ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ അവിടേക്ക് വരികയാണ് എങ്കിൽ മോശമായ രീതിയിലാണ് ഞങ്ങളെ വീക്ഷിക്കുന്നത്, നോക്കുന്നത്. ജैसे सबकी छाती पर सांप लौटने लगता है. അതായത് വളരെ രൂക്ഷമായിട്ട് നോക്കുക, മോശമായ രീതിയിൽ നോക്കുന്നു. പരന്തു ഘമഡ് യഹ് കി ഹം ഊഞ്ച് ഹേ. പക്ഷേ അഹങ്കരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ സ്വഭാവത്തിൽ വളരെ താഴ്ന്ന രീതിയിലും വർത്തമാനത്തിലെ ഇവര് പറയുന്നത് അവർ ഉയർന്ന ജാതിയിലുമാണ് എന്നാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. കുഎ പർ കിസി കി ആനെ കി ആഹട്ട് ഹുയി. ആ കിണറിൻ്റെ അടുത്ത് പെട്ടെന്ന് കിസിക്ക് ആനയ്ക്ക് ആരോ വരുന്നതായിട്ടുള്ള ശബ്ദം. അപ്പോൾ ആരോ നടന്നു വരുന്നതായിട്ടുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ഗംഗി കേട്ടു. ഗംഗിക്ക് ഛാത്തി ധക് ധക് കർണേ ലഗി. ഛാത്തി മന നെഞ്ച്, ധക് ധക് കർണ പറഞ്ഞാൽ കൂട്ടിയിടിക്കുക. അപ്പോൾ നെഞ്ചിടിപ്പ് വളരെയധികം കൂടി. കഹീ ദേഖ് ലേ തോ ഗജബ് ഹോ ജായേഗ. ഗജബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ആപത്തുണ്ടാവുക എന്നൊക്കെ പറയും. ആരെങ്കിലും കണ്ടാൽ, ഗംഗി അവിടെ ഇരിക്കണ കണ്ടാൽ അതൊരു വലിയൊരു ആപത്താകും. ഏക് ലാത്ത് ഭി തോ നീച്ചെ ന പടേ. ഒറ്റയടിക്ക് താഴെ വീഴാന്ന് പറയില്ലേ, അതുകൊണ്ട് പുറങ്കാലം കൊണ്ട് അടിക്കുക എന്നൊക്കെ പറയും. ഒറ്റയടിക്ക് അവസാനിക്കും. उसने घटा और रस्सी उठा ली और झुक कर चलती हुई एक वृक्ष के अंधेरे साये में जा गड़ी हुई. എന്നിട്ട് ഒന്നും മിണ്ടാതെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് രസ്സി കയറും ഘടാക്കുടം ഇവിടെ എടുത്തുകൊണ്ട് ജുക്കർ വളരെ കുനിഞ്ഞ് അവിടെ നിന്നും വൃക്ഷയ്ക്ക് അന്ധേരെ സായമേ, സായ നിഴൽ നടത്തേണ്ട ഇവിടെ മറാന്നർത്ഥം, ഒരു മരത്തിന്റെ പിന്നിലായിട്ട് ആ ഇരുട്ടിലൂടെ പതുക്കെ പോയി ഒളിച്ചിരുന്നു. കബ് ഇൻ ലോഗോं को दया आती है किसी पर. എന്നിട്ട് ആലോചിക്കാണ്, ഇവർക്ക് ഒരാളോടും ദയ തോന്നാറില്ലല്ലോ. ബേച്ചാരെ മഹങ്കു കോ ഇത്നാ മാരാക്കി മഹീനോ ലഹു ധൂക്താ രഹ. അപ്പൊ മെഹങ്കു എന്ന് പേരായ ഒരാള് പറയാണ്, എത്രയോ സമയം, അതായത് ഇദ്ദേഹം പണിയെടുക്കുന്ന ആളായിരിക്കാം ഈ മെഹങ്കു എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ ബേച്ചാരെ മഹങ്കുക്കോ, ആ പാവം പിടിച്ച അല്ലെങ്കിൽ പാവപ്പെട്ട മെഹങ്കുവിനെ ഇത്തിനാ മാര അടിച്ചു, കണ്ടമാന അടിച്ചു, ധാരാളം അടിച്ചു. അങ്ങനെ അടി കൊണ്ടപ്പോൾ ലഹു ധൂക്തരഹ, ചോര തുപ്പിയാണ് അയാൾ കിടന്നത്, അല്ലെങ്കിൽ തുപ്പി മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ലഹു ധൂക്ക ചോര തുപ്പുക. इसलिए तो कि उसने बेगार न दी थी. इसलिए तो कि उसने बेगार न दी थी. അപ്പൊ കൂലി ഇല്ലാതെ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കാം, കൂലി ചോദിച്ചിട്ടുണ്ടാവാം, അതിൻ്റെ പേരിൽ അയാളെ ഉപദ്രവിച്ചു, ചോര തുപ്പിയാണ് അയാൾ മരിച്ചത്, അല്ലെങ്കിൽ അയാൾക്ക് ദേഹോപദ്രവം ഉണ്ടായത് പറയണു. ഇസ് പർ യേ ലോഗ് ഊഞ്ചേവത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണോ ഇവർ എന്ന് ചോദിക്കുകയാണ്. അതായത് ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ വളരെ മോശമാണ് എന്ന് കാണിക്കുകയാണ്. കുവേ പർ സ്ത്രീയാം പാനി ഭർണേ ആയി ഥി ഇൻമേം ബാത്തേ ഹോ രഹി ഥി. അങ്ങനെ ആ കിണറിൻ്റെ വക്കത്തേക്ക് പാനി ഭർണേ, ആ വീട്ടിലെ കുറേ സ്ത്രീകൾ വെള്ളം നിറയ്ക്കാനായിട്ട് അവിടെ എത്തി. അവർ തമ്മിലുള്ള കുറച്ച് സംഭാഷണം. അപ്പോൾ ഇതുവരെ എടുത്ത പാഠം വായിക്കുക, നല്ല പോലെ പഠിക്കുക, തന്നിരിക്കുന്ന ഭാഗം നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.